അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോണത് ബട്ടർ ചിക്കനാണ്. അപ്പോൾ നമ്മൾ ബട്ടർ ചിക്കൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ചെറിയൊരു പരിപാടി ഉണ്ട് വീട്ടിൽ. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളും കാര്യങ്ങളും എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ബട്ടർ ചിക്കനും പൊറോട്ടയും നമ്മൾ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ അതിന് ബട്ടർ ചിക്കൻ്റെ പരിപാടിയും ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ ഏകദേശം ഒരു 2 കിലോ ഓണിയൻ റഫായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അതായത് വലിയ വലിയ പീസായി കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു 2 കിലോ തക്കാളിയും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ ഏകദേശം ഒരു 1/2 കിലോ കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, അണ്ടിപ്പരിപ്പ്. ഇനി നമുക്ക് അതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി ഇത് ഒന്ന് വേകണം. നമുക്കിത് മഖ്നി ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് വേകട്ടെ. അപ്പോൾ തക്കാളിയും സവോളയും അണ്ടിപ്പരിപ്പൊക്കെ വെന്തു റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറട്ടെ, എന്നിട്ട് നമുക്ക് അരയ്ക്കാം. ചൂടാറിയ ശേഷം നമുക്ക് പേസ്റ്റാക്കി അരച്ചിട്ട് വേണം ഗ്രേവി സെറ്റ് ചെയ്യാൻ. അപ്പോൾ കുറച്ച് നേരം ഒരു റെസ്റ്റ് ചെയ്തിരിക്കട്ടെ ചൂടാറാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. നമുക്കിനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. അതായത് നമുക്ക് ആദ്യം തന്തൂറിൻ്റെ മസാല ഉണ്ടാക്കിയിട്ട് അത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വേണം തവയിൽ ഗ്രില്ല് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മസാല സെറ്റ് ചെയ്യാൻ വേണം, തന്തൂർ മസാല. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ചാട്ട് മസാല, കുറച്ച് മുളക് പൊടി, കുറച്ച് ജീരക പൗഡർ, ഗരം മസാല, കസൂരി മെത്തി, കുറച്ച് ബ്ലാക്ക് സാൾട്ട്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മസ്റ്റാർഡ് ഓയിൽ, അതായത് കടുകെണ്ണ, കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ്, അല്പം പച്ചമുളക് പേസ്റ്റ്, കുറച്ച് ജിഞ്ചർ പേസ്റ്റ്, പിന്നെ തൈര്. നമ്മളത് തലേ ദിവസം ഇങ്ങനെ, അതായത് തുണിയിൽ കെട്ടി വയ്ക്കാം. ഞാൻ ഇങ്ങനെ അരിപ്പിയിൽ ഇട്ട് വെച്ചു. അപ്പോൾ ഇതിന് വെള്ളം അടിയിൽ പോകും, വെള്ളം ഫുള്ളായിട്ട് പോകും. നമുക്ക് തൈര്, കട്ടിയുള്ള തൈര് മാത്രമായിട്ട് കിട്ടും. അപ്പോൾ അതാണ് ഇതിന് ഉപയോഗിക്കുക. കാരണം വെള്ളം കൂടാൻ പറ്റില്ല മസാലയ്ക്ക്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആ തൈര് ഇട്ട് കൊടുക്കണം. ഇനി എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ മസാലയ്ക്ക് സെറ്റായി നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കണം. ചിക്കനൊക്കെ മസാല തിരുമ്പി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി 1 മണിക്കൂർ റെസ്റ്റ് ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ചൂടാറി നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവി സെറ്റാക്കാൻ പോകണം. അപ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് പട്ട, ഏലക്കായ, ജീരകം, കുറച്ച് ഇഞ്ചി അരച്ചത്, വെളുത്തുള്ളി അരച്ചത്, പച്ചമുളക്. ഇത് നല്ലപോലെ വാടി വരട്ടെ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ വാടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അതിലോട്ട് പൊടിയിട്ട് കൊടുക്കാം. ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി അരച്ച് വെച്ച പേസ്റ്റ് ഒഴിച്ച് കൊടുക്കാം. ഇത് കിടന്ന് പച്ചമുളകൊക്കെ മാറി ഒന്ന് ഡ്രൈ ആയി വരും, വെള്ളമൊക്കെ വലിഞ്ഞിട്ട്. ഏകദേശം 1 മണിക്കൂറോളം എടുക്കും. അപ്പോൾ ചെറിയ തീയിൽ കിടക്കട്ടെ. ഗ്രേവിയൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. അതിൽ കുറച്ച് ജീരകപ്പൊടി ഉണ്ട്. ജീരകപ്പൊടി,
കുറച്ച് ഗരം മസാല, കുറച്ച് കസൂരി മെത്തി, ഇനി കുറച്ച് നേരം കൂടി കിടക്കട്ടെ, ഒന്നും കൂടി സെറ്റ് ആവാണ്ട് കുറച്ച് നേരം കൂടി കിടക്കട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ കല്ലിൽ ചൂടാൻ പോവാണ് അല്ലേ? കല്ലിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഒരിക്കൽ ചുട്ടെടുത്തിട്ടുണ്ട്, ഇതാ ചുട്ടെടുത്തു, ഇല്ല ചൂടാൻ നിൽക്കണം. നമുക്കിത് കല്ലിലിട്ട് നല്ലപോലെ ചുട്ട് മൊരിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ബട്ടർ ചിക്കൻ്റെ ഗ്രേവി ഇടുക. അപ്പോൾ ഈ കല്ലിലിട്ട് ചുട്ടെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചിക്കനും ഗ്രേവിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ ഒരുപാട് കരിയാൻ പാടില്ല. ഒരുപാട് കരിയാണ്ട് കരിഞ്ഞ ഗ്രേവിൻ്റെ ടേസ്റ്റ് പോലെ ഒരു കശപ്പ് വരും. അപ്പോൾ കരിയാണ്ട് ചെറിയ തീയിൽ പതുക്കെ ഇട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിതാ ഇത് കരിഞ്ഞിട്ടൊന്നുമില്ല, ഇത് കറക്റ്റാണ്. ഈ ലെവലിൽ കുക്ക് ചെയ്തെടുക്കണം. ചിക്കനൊക്കെ ആയില്ലേ? പിന്നെ ഇതാ ചിക്കനൊക്കെ സെറ്റായി. ഇതാ ഈ ഒരു പാവേ പറ്റുള്ളൂ. ഇതിന് കൂടുതൽ കരിഞ്ഞു കഴിഞ്ഞാൽ കശക്കും. കറക്റ്റാണ്, കറക്റ്റ് പാകമാണ്. സെറ്റായി. പറ്റില്ല. ഇനി നമ്മൾ ഗ്രേവി കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ സെറ്റായി അല്ലേ? പൊളിക്കും. ഇതാണ് പാകം. ഇപ്പോൾ നമ്മൾ ചിക്കൻ സെറ്റായി. ഇനി നമുക്ക് ഗ്രേവിയിൽ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചിക്കനെ അതിലിട്ടിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ സെറ്റായി, റെഡിയായി. അതിന് എന്താ പറയുക, പച്ചമുളക് മാറി ഡ്രൈ ആയി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പാല് വെച്ച് കൊടുക്കാൻ വേണം. നമുക്ക് ഈ ഗ്രേവിക്ക് പാലാണ് ഒഴിക്കുന്നത്, വെള്ളമല്ല. അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്വാളിറ്റി കിട്ടില്ല. പാലൊഴിക്കുമ്പോഴാണ് ശരിക്കും ആ ഒരു റിയൽ റിച്ച് ടേസ്റ്റ് കിട്ടുള്ളൂ. ഗ്രേവിയൊക്കെ സെറ്റായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കനും ഗ്രേവിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് മധുരത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്പം മധുരം വേണം ഈ കറിക്ക്. അത് ഉപ്പും മധുരമൊക്കെ ഒരു ബാലൻസ് ആയി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അല്പം പഞ്ചസാര. പിന്നെ നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഇതിലോട്ട് ക്രീം ഒഴിച്ച് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ്റെ പരിപാടിയൊക്കെ പണി കഴിഞ്ഞു, എല്ലാം സെറ്റായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വീട്ടിലും ഇതുവരെ എളുപ്പത്തിൽ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റാണ്, സൂപ്പറാണ്. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന ആ ഒരു പ്രീമിയം അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റിയിലും കഴിക്കാൻ പറ്റും. അത്ര അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. നിങ്ങൾക്ക് ഇഷ്ടവും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.